വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബൈബിളിൻ്റെ പരിചയത്തെപ്പറ്റി പറയുകയായിരുന്നു. അതിൽ പറഞ്ഞത് ഞങ്ങളുടെ കൈവശമിരിക്കുന്ന ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഒരു ചരിത്ര ഗ്രന്ഥമല്ല, ഒരു രാഷ്ട്രീയ ഗ്രന്ഥമല്ല, ഒരു സാമൂഹിക ഗ്രന്ഥമല്ല, ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, മറിച്ച് ഒരു ഒരു മഹനീയമായ ഗ്രന്ഥമാണെന്നാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം മുഴുവൻ മാനവരാശിക്ക് ദൈവം നൽകിയ അരുളപ്പാടുകളുടെ ശേഖരമാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഈ ബൈബിൾ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്, മുൻപ് പറഞ്ഞതുപോലെ ഈ ബൈബിൾ ഒരു ജാതിക്ക് വേണ്ടിയല്ല, ഒരു മതത്തിനു വേണ്ടിയല്ല, മറിച്ച് എല്ലാ മാനവ രാശിക്ക് വേണ്ടിയും ഉള്ളതാണ്. ഈ വേദപുസ്തകത്തിലെ കേന്ദ്ര ബിന്ദു നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും പാപിയായ മനുഷ്യൻ്റെ രക്ഷയുമാണ്. ഈ സത്യവേദ പുസ്തകം ദൈവ ഇഷ്ടത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ട ദൈവ വചനമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രവചനങ്ങൾ 95% നിവൃത്തിയായി കഴിഞ്ഞു. കുറെ ഇപ്പോൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളത് താമസമന്യേ സംഭവിക്കുകയും ചെയ്യും. ഇതുവരെ നമ്മൾ ബൈബിൾ അഥവാ സത്യവേദ പുസ്തകം എന്താണെന്നതിനെപ്പറ്റി കുറച്ച് ജനറൽ കാര്യങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയും സത്യവേദ പുസ്തകം എന്താണെന്നുള്ളത്, ബൈബിളിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. വളരെയേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ നിന്നും 4 കാര്യങ്ങൾ മാത്രം എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. അതിനു മുമ്പായി നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്രമപ്രകാരം ബൈബിളിനെ പറ്റിയും ക്രിസ്ത്യാനിറ്റിയെ പറ്റിയും പറയുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത്, ബൈബിളിൻ്റെ 1-ാം പേജിൽ നിന്ന് തുടങ്ങി ബൈബിളിൻ്റെ അവസാന പേജ് വരെ ആകുമ്പോൾ തീർക്കുമെന്ന്. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുക അസാധ്യമായ കാര്യമാണ്. കാരണം ബൈബിളിലെ ഏതൊരു കാര്യമെടുത്താലും ഏതൊരു വിഷയമെടുത്താലും അതിൻ്റെ ലിങ്ക് തുടക്കം മുതൽ അവസാനം വരെ പരന്നു കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു കാര്യമോ വിഷയമോ എടുത്ത് സംസാരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വാക്യങ്ങൾ, അതായത് റെഫറൻസ്, ചിലപ്പോൾ തുടക്കത്തിലായിരിക്കും, ചിലപ്പോൾ അന്ത്യഭാഗത്തായിരിക്കും, ചിലപ്പോൾ മധ്യഭാഗത്തായിരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബൈബിൾ 40-ൽ പരം എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ്. അത് സങ്കലനം ചെയ്തതാണ്. ബൈബിൾ ഒരു വിഷയം തന്നെ 2-3 എഴുത്തുകാർ പ്രതിപാദിച്ചിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് തിരികെ വരാം. ബൈബിളിനെ പറ്റി ബൈബിളിനകത്ത് എന്തെഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എഴുതപ്പെട്ട ദൈവവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായ ദൈവവചനം. 2 തിമോത്തി 3:16-17 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. മൂന്നാമതായിട്ട് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. 4-ാമത്തേത് നിത്യജീവൻ തരുന്ന ദൈവവചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 5:39 വാക്യം വായിച്ചു കഴിഞ്ഞാൽ: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു,
അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഇവിടെ ഞാൻ ബൈബിളിനുള്ളിൽ ബൈബിളിനെ പറ്റിയുള്ള 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി നോക്കാം. ഒന്നാമതായിട്ട് എഴുതപ്പെട്ട ദൈവവചനം, രണ്ടാമതായിട്ട് വിശ്വാസയോഗ്യമായ ദൈവവചനം, മൂന്നാമത് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനം, നാലാമത് നിത്യജീവൻ തരുന്ന ദൈവവചനം. സത്യവേദപുസ്തകത്തിലെ വചനങ്ങളെ സുവിശേഷം എന്നും പറയുന്നു. എന്താണ് ഈ സുവിശേഷം? അതായത് ഗുഡ് ന്യൂസ്. ഒരു വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 2:8-9 വാക്യങ്ങൾ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ദൈവദാസന്മാർ ഈ ബൈബിളിൽ നിന്നും പ്രസംഗിക്കുന്നത്, ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബൈബിൾ വചനങ്ങളെ സുവിശേഷം എന്നും പറയുന്നു. സുവിശേഷം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗുഡ് ന്യൂസ്, അതായത് നല്ല ന്യൂസ്. ഇംഗ്ലീഷിൽ ന്യൂസ് എന്നുള്ളതിന് 4 അക്ഷരമാണുള്ളത്, NEWS. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം എന്ന് കരുതുന്നു. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഈ ലോകത്തിൽ ഈ ഒരൊറ്റ സുവിശേഷം മാത്രമേ ഉള്ളൂ എവിടെയും പ്രസംഗിക്കാൻ പറ്റിയത്. നോർത്തിൽ പ്രസംഗിക്കാം, ഈസ്റ്റിൽ പ്രസംഗിക്കാം, വെസ്റ്റിൽ പ്രസംഗിക്കാം, സൗത്തിൽ പ്രസംഗിക്കാം. ഈ ബൈബിളിൽ നിന്ന് കവലകളിൽ പ്രസംഗിക്കാം, സ്കൂളുകളിൽ പ്രസംഗിക്കാം, കോളേജുകളിൽ പ്രസംഗിക്കാം, സമൂഹങ്ങളുടെ മധ്യയിൽ പ്രസംഗിക്കാം, അസംബ്ലിയിൽ പ്രസംഗിക്കാം, പാർലമെൻറ്റിൽ പ്രസംഗിക്കാം. അങ്ങനെ ഏത് സ്ഥലത്തും എവിടെയും എപ്പോഴും പ്രസംഗിക്കാവുന്ന ഒരു നല്ല സുവിശേഷം. കാരണം ഈ ബൈബിൾ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഉള്ളതല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു പാപിയായ വ്യക്തിയെ അവൻ്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന്, അതായത് നിർദ്ധനപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ആഭിചാരം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് തുടങ്ങിയ പ്രവർത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഈ സുവിശേഷം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം എപ്പോഴും എവിടെയും പ്രസംഗിക്കാം. എവിടെയെല്ലാം സുവിശേഷം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം അന്ധകാരം മാറിയിട്ടുണ്ട്. അവിടുത്തെയൊക്കെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവിടുത്തെയൊക്കെ ഭരണഘടന മാറിയിട്ടുണ്ട്. അവിടുത്തെ ദേശത്തിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം സുവിശേഷം മനുഷ്യരാശിയുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നു. സുവിശേഷം നമ്മുടെ ഭാരതത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഭാരതം ഇന്നും അന്ധകാരം നിറഞ്ഞ ആമസോൺ പോലെ ആയിരുന്നേനെ. ചുരുക്കി പറയുകയാണെങ്കിൽ വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും നിസ്സങ്കോചമായി പ്രസംഗിക്കാവുന്ന ഒന്നാണ് സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷം മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നതാണ്. ഈ സുവിശേഷം ഭാരതത്തിൽ വന്നുകൊണ്ടാണ് മനുഷ്യൻ പൊതുവഴികളിൽ നടക്കാൻ തുടങ്ങിയത്. സുവിശേഷം അടിമത്തത്തിൽ കിടന്നവരെ സ്വതന്ത്രരാക്കിയത്. സുവിശേഷം വന്നുകൊണ്ട് മനുഷ്യൻ തുണി കൊടുക്കാൻ തുടങ്ങി. വേല ചെയ്യുന്നവർക്ക് കൂലി കിട്ടാൻ തുടങ്ങി. വിദ്യാഭ്യാസം ലഭിച്ചു. അഭിമാനത്തോടെ നടക്കാൻ പഠിച്ചു. അഭിമാനത്തോടെ ജീവിക്കാൻ പഠിച്ചു. നല്ല സംസ്കാരം ലഭിച്ചു. ഭാഷ ലഭിച്ചു. ഭാഷയുടെ ലിപി ലഭിച്ചു. വ്യാകരണം ലഭിച്ചു. നിഘണ്ടു ലഭിച്ചു. സ്കൂളുകളും കോളേജുകളും ലഭിച്ചു. ആശുപത്രികൾ ലഭിച്ചു. റോഡുകൾ ലഭിച്ചു. റെയിൽവേ ലഭിച്ചു. കൂടുതലായി എന്തു പറയാൻ. സുവിശേഷം ഭാരതത്തിൽ വന്നതുകൊണ്ട് ഇന്ന് ഭാരതം ഭാരതമായി മാറി.
ഭാരത സംസ്കാരത്തെപ്പറ്റി ഇന്ന് പലരും ഉച്ചത്തിൽ പ്രസംഗിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, 1-2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഈ മഹാനായ ഭാരതത്തിന് ഒരു അന്ധകാരം നിറഞ്ഞ നികൃഷ്ടമായ ഒരധ്യായമുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ. സവർണൻ നടക്കുന്ന പാതയിലൂടെ അവർണന് നടന്നുകൂടാ. താഴ്ന്ന ജാതിക്കാർ തുണി ഉടുക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അധികാരമില്ല. വെളുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു. പുതിയ വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു. സവർണൻ ധരിക്കുന്നത് പോലെ അവർണൻ ആഭരണം ധരിക്കാൻ പാടില്ലായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് വേണമെങ്കിൽ കല്ലുകൊണ്ടോ തടി കൊണ്ടോ ഉള്ള ആഭരണങ്ങളുണ്ടാക്കി ധരിക്കാമായിരുന്നു. ജാതികളുടെ അടിസ്ഥാനത്തിൽ ജാതികൾ തമ്മിലുള്ള ദൂരം, അകലം ക്രമീകരിച്ചിരുന്നു. കൂടുതൽ എന്തു പറയാൻ, ഇതായിരുന്നു ഭാരതത്തിൻ്റെ സംസ്കാരം. ഇതിന് മാറ്റം വന്നത് സുവിശേഷം ഭാരതത്തിൽ വന്നതുകൊണ്ടാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള വസ്തുതകളാണ്. ആദ്യകാലങ്ങളിൽ 3 ജാതികളായിരുന്നു. പിന്നീട് അത് 4ആയി. ഇന്നത് ആയിരങ്ങളായി മാറിയിരിക്കുന്നു. ജാതികൾ തമ്മിൽ അകൽച്ച അനിവാര്യമായിരുന്നു. സവർണരും അവർണരും തമ്മിൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. അവർണർക്ക് ആരാധനാ സ്ഥലത്ത് പോകുവാൻ അധികാരമില്ലായിരുന്നു. വളരെയേറെ ദുഃഖം തോന്നുന്ന കാര്യം, ഇന്നും സവർണർ ഇത് വച്ചു പുലർത്തുന്നു എന്നതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് രാഷ്ട്രത്തിൻ്റെ പ്രഥമ വ്യക്തിക്ക് രാജസ്ഥാനിൽ അമ്പലത്തിൽ പ്രവേശനം നിഷേധിച്ചതും. രാഷ്ട്രപതിക്കും തൻ്റെ ഭാര്യയ്ക്കും വേണ്ടി ആരാധനാലയത്തിൻ്റെ പുറത്ത് ചവിട്ടുപടിയിൽ കാര്യങ്ങൾ ഒരുക്കിയത് നാം എല്ലാം TV-യിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അത് ഗൂഗിളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. ആ റിപ്പോർട്ടുകൾ മാറ്റപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് ഹൗസ് ഉദ്ഘാടനം ചടങ്ങിൽ നിന്നും ഇപ്പോഴത്തെ ആദിവാസിയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയത്. 2024 ബീഹാറിൽ കുറച്ച് ദളിതരായ യൗവനക്കാർ ഗംഗാനദിയിൽ കുളിച്ചു എന്ന കാരണത്താൽ സവർണരായ ഒരു സംഘം ആൾക്കാർ ചേർന്ന് ആ യൗവനക്കാരെ മർദ്ദിച്ച് മരണവക്കലെത്തിച്ചു. രസകരമായ കാര്യം, ഇതെല്ലാം പോലീസുകാർ മൂകസാക്ഷിയായി നോക്കി നിൽക്കുകയായിരുന്നു. ഒരു FIR പോലും എടുക്കാൻ തയ്യാറായില്ല. കാരണം ഗംഗാനദിയെ അശുദ്ധമാക്കി എന്നതായിരുന്നു. മറ്റൊരു സംഭവം, ഒരു മധ്യവയസ്കയായ ദളിത് സ്ത്രീയെയും 12 വയസ്സുള്ള അവരുടെ മകനെയും മരത്തിൽ കെട്ടിയിട്ട് മുളവടി കൊണ്ട് അടിച്ച് ഇരുവരെയും അബോധാവസ്ഥയിലാക്കി. കാരണം ഒരു സവർണൻ്റെ കിണറ്റിൽ നിന്നും കുടിവെള്ളം കോരി എന്നതായിരുന്നു ആ സ്ത്രീയുടെയും മകൻ്റെയും കുറ്റം. ഇതാണ് കൊട്ടിഘോഷിക്കുന്ന ഭാരതത്തിൻ്റെ സംസ്കാരം. ഇന്ന് ഈ സ്ഥിതിയിലെങ്കിലും ആയത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് മാത്രമാണ്. ഇനിയും മനുഷ്യരിൽ മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്നും ബൈബിളിൽ നിന്നും ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.